വടകരയുടെ പ്രിയങ്കരനായ സാരഥി സഖാവൻ കെ ഭാസ്കരൻ തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിറകിലറിയുന്ന നാട്ടാരെ അറിയുന്ന നാടിന്റെ സ്പന്ദനം അറിയുന്ന നാടിനെ നയിക്കാൻ അറിയുന്ന വിജയിപ്പിക്കണമെന്ന് പ്രബുദ്ധരായ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, വടകരയുടെ പ്രിയങ്കരനായ LDF-ന്റെ സാരഥി MK ഭാസ്കരനിത തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി വരികയാണ്. അഭിവാദ്യങ്ങൾ അർപ്പിച്ചാലും വിജയിപ്പിച്ചാലും പ്രിയമുള്ളവരെ തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി വരികയാണ്. മുഴുവൻ ആളുകളും MK ഭാസ്കരന് റാങ്കരടിയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി. വടകരയുടെ മണ്ണിൽ നിന്നും MK ഭാസ്കരന് ചരിത്ര വിജയം സമ്മാനിക്കണമെന്ന് പ്രബുദ്ധരായ മുഴുവൻ വോട്ടർമാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാടറിയുന്ന നാട്ടാരെ അറിയുന്ന നാടിന്റെ സ്പന്ദനം അറിയുന്ന നാടിനെ നയിക്കാൻ അറിയുന്ന വടകരയുടെ പ്രിയങ്കരനായ സാരഥി MK ഭാസ്കരന് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ റാങ്കരടിയാളത്തിൽ നമ്മുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തി വടകരയുടെ ഓരോ സീലും 18 ഓരോ സീലും 18 LDF-ൻ സ്ഥാനാർത്ഥി LDF-ൻ സ്ഥാനാർത്ഥി റാന്തലടിയാളത്തിൽ നമ്മുടെ ചരിത്ര വിജയം സമ്മാനിക്കണമെന്ന് പ്രബുദ്ധരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. MK ഭാസ്കരനിത തന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നേരിട്ട് വോട്ടുപിറകിലായി വരികയാണ്. വോട്ടുകൾ ചെയ്താലും അഭിവാദ്യങ്ങൾ അർപ്പിച്ചാലും പ്രിയമുള്ളവരെ ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി വരികയാണ്. നിങ്ങളുടെ തുടർ ഭരണത്തിനാവട്ടെ, നിങ്ങളുടെ വിലപ്പെട്ട വോട്ടവകാശം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടകര മണ്ഡലം സ്ഥാനാർത്ഥി MK ഭാസ്കരന് നാടിനെ നയിക്കാൻ അറിയുന്ന വടകരയുടെ പ്രിയങ്കരനായ സാരഥി MK ഭാസ്കരന് റാന്തലടിയാളത്തിൽ നമ്മുടെ MK ഭാസ്കരന് ഈ വാഹനത്തിന് തൊട്ടുപിറകിലാവട്ടെ, LDF-ന്റെ തുടർഭരണത്തിനാവട്ടെ നമ്മുടെ വോട്ട് വടകരയുടെ പ്രിയങ്കരനായ സാരഥി
MK ഭാസ്കരനെ റാന്തൽ അടയാളത്തിൽ രേഖപ്പെടുത്തി MK ഭാസ്കരനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് പ്രമുഖരായ മുഴുവൻ വോട്ടർമാരോടും പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ സമാനതയില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. 2 ടേം പിന്നിട്ട് 3-ാം തവണയും ഇടതുപക്ഷ മുന്നണി കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും ജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്, മുന്നേറുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വടകര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. CK നാനോട്ടൻ വടകരയുടെ MLA ആയപ്പോൾ തുടങ്ങിവെച്ച, അദ്ദേഹം അവസാനിപ്പിച്ച വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയത്ത് വടകരയിലെ വോട്ടർമാർക്കുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, തികഞ്ഞ വികസന മുരടിപ്പാണ് കഴിഞ്ഞ 5 വർഷമായി വടകരയിൽ നടന്നത്. ഇതിനൊരു പരിഹാരം കാണാൻ നാനോട്ടൻ അവസാനിപ്പിച്ചെടുത്തുനിന്ന് വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താൻ വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ കുറേ വർഷമായി ഏറാമല പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം നിർവഹിച്ച എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഒരാളായി വടകര അസംബ്ലി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനും വിജയിക്കാനും സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3-ാം തവണയും അധികാരത്തിൽ വരുമ്പോൾ ആ ജനപ്രതിനിധികളോടൊപ്പം തന്നെ നിന്ന് വിജയിക്കാൻ കഴിയുന്ന രൂപത്തിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കാര്യക്ഷമമായി നടത്താനും അതോടൊപ്പം തന്നെ വിജയക്കുറിപ്പ് നടത്താനും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, എൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.